എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ പാരായണം, ഇന്ന് 23-ാമത്തെ ദിവസം അല്ലേ? അല്ല, 24-ാമത്തെ ദിവസമാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ മുതൽ രാവണ ശുക സംവാദം വരെയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ. പാരായണം ചെയ്യുന്നത് ശ്രീമതി ഷീജ മേനോൻ, ശ്രീമതി ഹേമലത സോമൻ, രണ്ടുപേരാണ്. അവർ രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരി ഓം. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരവരാം രാമ രാമ. ശ്രീരാഘവത്മ രാമ ശ്രീരാമ രമണീയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭീഷണൻ ശ്രീരാമസന്നിധി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനധികൃതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ ചെന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിനാനെത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമാരമാരമണാത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേണ്ടയാനിതേ. ആംനായ മൂർത്തേ രഘുപദേ ശ്രീപദേ
നാംനാ വിഭീഷണൻ തൊത്ഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്ന് രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാന മാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലതേതുമേ. പദ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപദ്യമായി വന്നിതവന്നു വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാനടുത്തതു കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയായി പാഞ്ഞു പാഞ്ഞിങ്ങ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണവാക്യായ സുഗ്രീശ്വേശ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതോ നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധവാണിയായി വന്ന മാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ചിത്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നവനല്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തൊന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്ഥായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ. നല്ലവരുമുണ്ടാം അവരിൽ എന്നുമുള്ള എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണം ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാ വിഭാകരപുത്രാവരികളോ. ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും. ജാമ്പവാദാദി നീതിജ്ഞൻവരന്മാരെ ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവശോ രക്ഷേച്ചു നശ്വപജനാഭി. രക്ഷ്യാഞ്ഞാലവൻ ബ്രഹ്മവാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്ന് ചൊല്ലുന്നതോ വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടുമൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ. ഉന്നതമായോരു പാദപാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനെ ഇത് കൊന്നീടിനാൻ. തന്നുടെ ഭക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പുറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. വന്നത് കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാച്ചു കൊടുത്തതു ഭഗ്നിയും. തന്നുടെ കയ്യിലിരുന്ന കപോതിയെ ഭഗ്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനും. തന്നുടെ ദേഹവും നൽകിയിടാനമ്പോട് ഭഗ്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണം ആശ്രിത ലക്ഷണം. മർത്തിരെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുവിൻ. എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ.
ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവൻ. ഒട്ടുമേ ദണ്ഡവനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി ഏതും ഇത് ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാപപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടു വിഭീഷണൻ. ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമപാദാംബുജം നമോ നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ ചണ്ഡകോദണ്ഡധരായ നമോ നമ പണ്ഡിത പുണ്ടരീക ചണ്ഡാംശമേ ഖണ്ഡപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനാൻ നിന്തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും എത്ര നാളേക്കറിയാതിരിക്കുന്നതദ്വയമാം പരബ്രഹ്മം സനാതനം. അത്ര നാളേക്കും ജഗത്തൊക്കമേ ബലാൽ സത്യമായി തോന്നും അതിലില്ല സംശയം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നോ രമിക്കുന്ന തന്വകം ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി കാണേണമാത്മനാത്മനാ. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കമനാത്മനാം. ആദികാലേ സുഖമെന്നു തോന്നിക്കും ഏതേതും വിവേകമില്ലാത്തവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിവാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവുമാദിയുമില്ലാത്ത ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലനും ഭവാൻ. ന്യൂനമണുവിൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത്ത മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശാമാതാവായതും ഭവാൻ. സർവദാ സർവധാതാവായതും ഭവാൻ ദർവികരേന്ദ്രശയനാദയാനിധേ. ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തനദ്വയൻ സച്ചിത് പുരുഷൻ പുരുഷോത്തമൻ വരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ
നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാത്തവൻ, നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ, നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ, ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ, സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ, മായാമനുഷ്യൻ മനോഹരൻ മാധവൻ, മായാവിഹീനൻ വധുകൈടപാന്തകൻ, ജ്ഞാനികത്വത്പാദ ഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ, ജ്ഞാനയോഗ്യ സൗധം കരേറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗത്പദേ, സീതാപദേ രാമകാരുണികോത്തമ, യാതുധാനാന്തക രാവണാരേ ഹരേ, പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ, ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൊരു ഭൂത്തമൻ, ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിത പൂർവമേവമരുൾ ചെയ്തു, ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതദ്വരൻ, ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകില്ലോർക്ക നീ, രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ, ധന്യനായേൻ കൃതകൃത്യനായേനഹം, ധന്യാകൃതേ കൃതകാമനായേനഹം, ത്വത്പാദപത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം, മത്സമനായോരു ധന്യനിൽ ഊഴിയിൽ മത്സമനായോരു ശുദ്ധനുമില്ലവോ, മത്സമനായി മറ്റൊരുവനുമില്ലിക, ത്വത്സ്വരൂപം മമ കാണായ കാരണാൽ, കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും, ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ, ചിത്തേ വിഷയ സുഭാഷയില്ലേതുമേ, ത്വത്പാദ പങ്കജ ഭക്തിരേവാസ്തുമേ, നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിതേ, ഇത്തമാകണ്യ സംപ്രീതനാം രാഘവൻ, നക്തഞ്ചരാധിപൻ എന്നോടരുൾ ചെയ്തു, നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ, ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ, എന്നാൽ നിനക്ക് മോക്ഷം വരും, അത്രയുമല്ല നിന്നാൽ കൃതമായോരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്യലും മുക്തി വരും അതിനില്ലൊരു സംശയം, ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ ചെയ്തതു സാദരം, എന്നെ കനവോട് കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം അതിന്നു നീ, ലങ്കാധിപനെന്നിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോട് ചെയ്തിടുക, സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കൽ ഉള്ളന്നിവൻ, വാർഗലങ്കേശരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ, പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ, വൻപരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം, സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാൻ, ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിമാധിവേറിട്ടു ചെയ്തിടിനാനാദരാൽ, അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ആ പുരുഷോത്തമനെ ഭജിച്ചിടിനാൻ, ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചതോ പേരീനിനാദം മുഴക്കിനാരും വരും, പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ജൊലിനാൻ, പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ, രാവണ നിഗ്രഹത്തിനു സഹായവും ആപോളമാശു ചെയ്യണം ഭവാനിനി, കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം, സുഗ്രീവവാക്യമകാർമ്യ വിഭീഷണഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ,
സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ലകേൽ കൂടസ്ഥനാനന്ദ പൂർണ്ണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതും കൂടത്രിഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുവനാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൂർ ഭക്തനാം ഭാനുജനും തെളിഞ്ഞേടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശുകബന്ധനം. രക്ഷോപരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനൂതനയനാം ഭാഗതേയാംബുദേ വാനരരാജ മഹാകുല സംഭവ ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോട് വൈരമെനിക്കേതുമില്ല മറ്റെന്നാൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമ്യഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നും കേവലമെന്നുടെ ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയോധവും എന്തോന്നു കാട്ടിന്നിതെന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുകോക്തികൾ കേട്ടു കപികുലമുത്തായ ചാടിപ്പിടിച്ചാരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകനതി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവവീര ഹതോഹം പ്രപാഹിമാം. ഇത്തം ശുകപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാരന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുകൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടത് ചൊല്ലിയിടുകെന്നത് കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുകനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലേണമാശു സപുത്ര ബലാന്വിതം. ശ്രീരാമഭഗ്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്ക് കിഷ്കിന്ധയ്ക്ക് രണ്ടില്ലതിനൊന്നു ചെന്നു ചൊല്ലിയിടു നീ. ആർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകനെ ബന്ധിച്ചുകൊണ്ടു ഊനമൊഴിഞ്ഞു കാത്തുകൊണ്ടിടുവിൻ. ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണമതു കേട്ടോരും രാത്രീഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചേർത്ത ഖേദത്തോട് ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. സേതുബന്ധനം. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരേവരും
ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നിതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്ക് നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിടിങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിതിയുമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലൊന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ. വിസ്മയമെല്ലാവരും കണ്ടുകൊൾ നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കു കേട്ട നേരം പൃഥ്വിയുരകങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നു തങ്കമായ തരംഗാവലിയോടും തസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്ന അത്യുഗ്ര നഗ്ര തിമിക്ഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം വിഷ്ണു ജഗൽപദേ ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം രാമ രമാപദേ. ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതോർ ആർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവൻ നിയോഗേന സ്വഭാവത്തെ അന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ നാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്വമോ ഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമാദയാനിധേ. മായയാ ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാചിതജ്ഞനായോരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഘുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമിതേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടൊത്തുമ പുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മമോഹമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തിനുള്ളതും
വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണം എനിക്ക് വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന്യ കാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമമകുല്യദേശം സുഭിക്ഷിതം. തത്ര പാപാത്മക്കളുണ്ട് ദിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരകാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടുമാ ഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിതാതരാൽ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം. തഥാ തൽക്കൂലദേശവുമേ അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതിപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ അവനാകയാൽ വിശ്വശില്പ ക്രിയാതൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനാപ്തിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായോരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തതു സേതു സംബന്ധനെ. തക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്നിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിന ദുർവാര വീര്യം എന്ന കവികളും സർവദിക്കിങ്കലും നിന്ന് സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനയായതുമായുടൻ ഈരഞ്ചു യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്നിച്ചു ഭക്തിയാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണാസി പുക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുപോന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത. ശ്രീമത് സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനവും ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തത് രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്ര ആദ്രി പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നത് 20 യോജന പിറ്റേന്നാൾ. മൂന്നാം ദിനം 21 യോജന. നാലാം ദിനം 22 പോലെ 23 ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം. ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മീലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘൂത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും ആയൂഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ. വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയ ധ്വജ പ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുര ജാല പരിഹശതഗ്നി സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ
വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭി സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനം തന്നെ വണങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ ഇന്നത്തെ ഈ പാരായണവും നമുക്ക് സമർപ്പിക്കാം. വളരെ ഒരു ടേണിംഗ് പോയിന്റാണ് സേതുബന്ധനം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി ആണ്. അപ്പോൾ ഭഗവാനിലേക്ക് എത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സേതു ബന്ധിച്ചിട്ടുള്ളത് രാവണന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാനിലേക്ക് എത്താനുള്ളൊരു വഴി രാവണന്, എങ്ങനെയെങ്കിലും ഭഗവാൻ അവിടെ എത്തുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവണനെ കൊല്ലാൻ പോകണമെന്നൊക്കെ നമ്മൾ പറയാം, പക്ഷെ ശരിക്ക് മുക്തിയാണ് രാവണന് കിട്ടാൻ പോകുന്നത്. ഭഗവാന്റെ കൈകൊണ്ടുള്ള വധം എന്ന് പറയുമ്പോൾ, മരണം എന്ന് പറയുമ്പോൾ അത് മുക്തി തന്നെയാണ്. നമ്മൾ ഓരോ കഥകളിലും ഓരോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. ഭഗവാന്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ അപ്പോൾ അവിടെ പിന്നെ അതിൽ നിന്നൊരു എന്താ പറയുക, പിന്നെ ഭഗവാൻ അയാൾ നോക്കിക്കോളും എന്താ വേണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ കംസൻ അയച്ച ആൾക്കാരുടെ കഥയൊക്കെ നമ്മൾ പഠിച്ചല്ലോ നാരായണീയത്തിൽ. അപ്പം അതുപോലെ ഇവിടെ വിഭീഷണനെ അവിടെ നിന്ന് വിഭീഷണൻ രാജ്യം വിട്ടു പോരുകയാണ്. കാരണം വിഭീഷണൻ പറഞ്ഞ വാക്കുകളൊന്നും രാവണന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് നീ ശത്രുവാണ് എന്നുള്ള പോലെയാണ് സംസാരിച്ചത്. നീ രാമനെ നന്നാക്കി പറയണോ? പക്ഷെ രാമൻ നമ്മുടെ ശത്രുവാണ്. അപ്പം ശത്രുക്കളെ ആണ് നീ നന്നായിട്ട് പറയുന്നത്. അപ്പം നീ ഇവിടെ ജീവിക്കാൻ പറ്റിയ ആളല്ല എന്നുള്ള പോലെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞില്ല. പക്ഷെ വിഭീഷണൻ വിചാരിച്ചു ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ച് അവിടുന്ന് 4 അമാത്യന്മാർ 4 മന്ത്രിമാരും കൂടി പോരാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന് രാമനെ നമസ്കരിച്ചു. വളരെ സ്നേഹപൂർവ്വം ഭക്തിപൂർവമാണ്. പക്ഷേ അവിടെ ആമ്നായ മൂർത്തി എന്നൊക്കെ പറഞ്ഞു വേദങ്ങളുടെ അപ്പം എല്ലാം അറിവുണ്ട് വിഭീഷണന്. അതുകൊണ്ടാണ് അങ്ങനെ നമസ്കാരം ചെയ്യാൻ സാധിക്കുന്നത്. ഭക്തിയുണ്ട് ഉള്ളില്, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ രാവണനോട് എൻ്റെ സഹോദരനോട് നല്ലത് ചൊല്ലിനേൻ. ഞാൻ നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തു, ഹിതമായിട്ടുള്ളതൊക്കെ ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ എനിക്കറിയാവുന്ന വിധത്തിൽ എല്ലാ വിജ്ഞാന മാർഗങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ തമോ ഗുണമാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തമോ ഗുണികൾക്ക് എല്ലാം വിപരീതമായിട്ടേ തോന്നുള്ളൂ. എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നല്ലതായിട്ട് തോന്നില്ല. കാരണം മനസ്സിൽ ഓൾറെഡി ആ തമോ ഗുണം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, ഉപമകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നല്ല വിളക്ക്, അതിനെ കൈപിടിച്ച ഒരു ഗ്ലാസ് കൊണ്ട് മൂടി വെച്ചാൽ വിളക്കിലെ പ്രകാശം പുറത്തു വരില്ലല്ലോ. അതുപോലെയാണ് അവരുടെ സ്ഥിതി. അപ്പോൾ എല്ലാം വിപരീതമായിട്ട് തോന്നും. അപ്പോൾ രാവണന്റെ അപ്പോഴത്തെ അവസ്ഥ തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒന്നും ഏശാത്തത്. കുംഭകർണനും പറഞ്ഞു കൊടുത്തു, വിഭീഷണനും ഒക്കെ പറഞ്ഞു കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ സമയം ആഗതമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭഗവാൻ എത്തിക്കണം. അപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലേ നടക്കുള്ളൂ. അങ്ങനെ വിഭീഷണൻ അവിടെ നിന്ന് പോരുകയാണ്. വിഭീഷണൻ വന്നിട്ട് ഇവിടെ വന്ന് അപ്പോൾ ശരണാഗതിയാണ് ശരിക്കും. സ്വന്തം രാജ്യം ഉപേക്ഷിച്ചു. ഇനി ഇവിടെ ശ്രീരാമൻ സ്വീകരിക്കുമെന്ന് ഒരു നിശ്ചയമില്ല. കാരണം രാവണന്റെ ശത്രുവായിട്ടാണ്. അപ്പം എന്താ ധൈര്യം എന്ന് ആലോചിക്കണം. അതാണ് ശരണാഗതി എന്ന് പറയുന്നത്. ഇത് ഭഗവാനാണ്, ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു, എനിക്കിനി എന്ത് വന്നാലും. അപ്പോൾ വളരെ ഒരു അനിശ്ചിതമാണ്, ഭാവി തീരെ അനിശ്ചിതമാണ് വിഭീഷണന്റെ. ഇനി എന്ത് ചെയ്യും? ഇവിടെ കൊല്ലാനും സാധ്യതയുണ്ട്, ശത്രു രാജ്യത്തു നിന്ന് വന്ന ആളല്ലേ. പക്ഷെ ആ ഭക്തിയുടെ ശക്തിയാണ് വിഭീഷണനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ അവിടെ മുഴുവൻ അങ്ങോട്ട് പറയാണ്, ഞാൻ അങ്ങയെ, എനിക്ക് മറ്റൊരു ആലംബനം മറ്റെനിക്കില്ല ദൈവമേ എന്നാ പറഞ്ഞത്. ജന്മമരണ മോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സുഗ്രീവന് അത് അങ്ങോട്ട് അത്ര ദഹിച്ചില്ല. കാരണം സുഗ്രീവന് പലപ്പോഴും അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ രാക്ഷസന്മാര് മായാവികളാണ്, പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ രാവണന്റെ സഹോദരനല്ലേ, അപ്പോൾ ശക്തിയൊക്കെ ഉള്ള ആൾ തന്നെയാണ്. കൂടാതെ ആയുധപാണികളായിട്ട് 4 പേര് കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഉറങ്ങണ സമയത്തെങ്കിലും ചിലപ്പോൾ നമ്മളെ വധിച്ചാലോ ദ്രോഹിച്ചാലോ എന്നൊക്കെ. അപ്പൊ ആ സംശയമാണ് അവിടെ. പിന്നെ തൻ്റെ കഴിവിൽ കുറച്ച് വിശ്വാസമുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ വേണ്ട എന്നുള്ള മട്ടിലാണ്. അപ്പോൾ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ എന്നാണ്. അപ്പൊ ഇവൻ ഹന്തവ്യനാണ്, ഇവൻ ശത്രുവിനെ, നമ്മളിപ്പോ ഇവനെ ഇവിടെ സ്വീകരിക്കുകയാണെങ്കിൽ ശത്രുവിനെ തലവെച്ച് കൊടുക്കുന്ന പോലെയാണ് എന്നാണ് രാമനോട് പറയുന്നത്. അപ്പോ പിന്നെ മറ്റുള്ളവരെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു, മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാർ പറയുമല്ലോ, അത് ശരിയാണ്, സുഗ്രീവൻ പറഞ്ഞത് ശരിയാട്ടോ, ഇങ്ങനെയൊന്നും പറ്റില്ല, ഇവിടെ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ ഹനുമാൻ സ്വാമി ഉത്ഥായ എണീറ്റ് നിന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ശ്രീരാമദേവനെ അതായിട്ട് പറയാണ്, വിഭീഷണൻ ഉത്തമനാണ്. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് ഉത്തമന്മാർക്ക് മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അപ്പൊ സുഗ്രീവൻ വിലയിരുത്തിയത് സുഗ്രീവന്റെ സ്വഭാവം അനുസരിച്ച്, ഹനുമാൻ സ്വാമി നിരീക്ഷിച്ചത് എന്താണ്? ആ ഭക്തിഭാവമാണ് അവിടെ നിരീക്ഷിച്ചത്. അപ്പൊ അതാണ് ഓരോരുത്തരെ കാണുമ്പോൾ പലരും പല അഭിപ്രായം പറയുമല്ലോ, അയാൾക്ക് ഇത്തിരി തലക്കനൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ സ്വന്തമായിട്ടുണ്ട്, അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ അത് കാണുന്നത്. അതുപോലെ അപ്പൊ അതാണ് നമ്മുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ നോക്കിക്കാണുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞു. ജാതി നാമങ്ങളൊന്നുമല്ല, ഏത് ജാതിയിലാണോ ജനിച്ചത്, ഏത് വർഗ, അതൊന്നുമല്ല പ്രധാനം. അത് അവരുടെ ഭക്തി, അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ. അപ്പൊ എല്ലാവരും ഇതാണ്. രാക്ഷസന്മാരൊക്കെ കുഴപ്പക്കാരൊന്നുമല്ല, രാക്ഷസന്മാരിലും നല്ല ആൾക്കാരുണ്ടാവും. അതുപോലെ ഇപ്പൊ ദേവകുലത്തിലാണ് ജനിച്ചതെന്ന് വെച്ചാൽ അവിടെയും ദോഷം ചെയ്യുന്നവരുണ്ടാവില്ലേ, അതാണ് പറഞ്ഞു കൊടുത്തത്. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്ന്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോ നക്തഞ്ചര അന്വയത്തിങ്കൽ ജനിച്ചവർ എല്ലാവരും ശത്രുക്കളാണെന്ന് വരുമോ എന്നാണ് ഹനുമാൻ സ്വാമി ചോദിച്ചത്. അത് ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പലരും പല സമൂഹത്തിലെ ആളുകളെ മാറ്റി നിർത്തും, അപ്പൊ ഈ സമൂഹമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എല്ലാവരിലും നല്ലവരും ചീത്തയും ഉള്ളവരുണ്ട്. അപ്പോൾ അത് ഇന്നും പ്രസക്തമാണ്. ഏത് വർഗത്തിലെ ഇപ്പൊ ഇവിടെ ജാതി മതം അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നല്ലതല്ല, ഇവര് നല്ലതല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിലും നല്ല ആളുകൾ ഉണ്ടാവും. അതാണ് വളരെ കൃത്യമായിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞത്. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, മാരുതി പറഞ്ഞതാണ് കൃത്യം, അതാണ് ശരിയായിട്ടുള്ള ഒബ്സർവേഷൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഇവനെ, പിന്നെ ക്ഷത്രിയ ധർമ്മം എന്താണ്? രാജാവിന്റെ ധർമ്മം അടുത്തേക്ക് വരുന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രീരാമസ്വാമി എല്ലാവരെയും രക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ ശരണാഗതി പ്രാപിച്ചവരെ ഞാൻ രക്ഷിക്കാം. അപ്പൊ എന്തായാലും ഹനുമാൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ്, അതിവിടെ പറയുന്നുണ്ട്. എന്താണ്? രക്ഷേ ചുന ശുഭ. ആരെയൊക്കെയാണ്? ഒരു പട്ടിയായാലും ആ പട്ടിയെ ചുട്ടു തിന്നുന്ന കാട്ടാളനായാലും, അപ്പൊ നായയെ ആയാലും നായാടി ആയാലും രക്ഷിക്കണം എന്നാണ് രാജാവിനെ. അതാണ് രാജധർമ്മം, അല്ലെങ്കിൽ എന്താ പറയാ, ക്ഷത്രിയ ധർമ്മം. അങ്ങനെ അപ്പൊ അതിനൊരു കഥ പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ രക്ഷിച്ചാൽ അത് വളരെ നല്ലത്, രക്ഷിച്ചാൽ അത് അശ്വമേധം ചെയ്തതിന് തുല്യമാണെന്നാ പറഞ്ഞത്. പിന്നീട് അവിടെയാണ് ഒരു കഥ പറയുന്നത്. 2 കപോതം പ്രാവ്
അത് അവർ ഇണചേരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഒരു കാട്ടാളൻ അതിൽ ഒരു പ്രാവിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ചല്ലോ അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല, ഇപ്പോഴല്ലേ വെടിവെക്കുക, അന്ന് അമ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊന്നു. ആ സമയത്ത് നമ്മളിവിടെ എപ്പോഴും വായിക്കുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്കുള്ള ഒരു ഭാഗമാണത്, എല്ലാവർക്കും വരുന്ന ഒരു ഭാഗമാണ്. ദുഃഖം പുറഞ്ഞ് കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നിത് കാറ്റും മഴയും. കാറ്റും മഴയും വന്നു. പിന്നെ പറയുന്നത് കാറ്റും മഴയും ദിനേശനും എന്ന് നമ്മൾ എപ്പോഴും വായിക്കുക, പക്ഷെ അത് അങ്ങനെയല്ല. കാറ്റും മഴയും, പിന്നെ ദിനേശനും ചെന്ന് ചരമാബ്ധി തന്നിൽ മറിഞ്ഞു എന്നാണ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നർത്ഥം. അപ്പോൾ ദിനേശൻ വന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു എന്നാവും അർത്ഥം വരിക. അങ്ങനെ അപ്പോൾ ആ കിരാതൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അയാൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റണില്ല. കാറ്റും മഴയൊക്കെ വന്നു, കണ്ണ് കാണുന്നില്ല, വിശപ്പുണ്ട്. ആ സമയത്ത് എന്താ വേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ഇണയെയാണ് കൊന്നത് കിരാതൻ. എന്നിട്ട് മറ്റേ പ്രാവ് എന്ത് ചെയ്തു? തീ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. ഈ കിരാതന് തൻ്റെ ഇണയെ കൊന്ന കാട്ടാളനെയാണ് സഹായിക്കണത്. അത്രയ്ക്കുണ്ട്. ഇപ്പൊ പക്ഷികൾക്ക് അത്രയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ മർത്യ ജന്മം കിട്ടിയ നമുക്ക് ചെയ്യണ്ടേ എന്നാണ്. വലിയൊരു തത്വമാണ് അതിൽ, അല്ലെങ്കിൽ വലിയൊരു ഉപമയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആ കൊന്ന പക്ഷീനെ ആ തീയിലിട്ട് ചുട്ട് അയാൾ തിന്നു. അപ്പൊ അയാളുടെ വിശപ്പ് മാറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ തീയിലേക്ക് ഈ പക്ഷി എടുത്ത് ചാടി. അപ്പോൾ അയാളുടെ വിശപ്പ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്രയ്ക്കുമുണ്ട് ശരണാഗതി. അതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി. അത്രത്തോളം തന്നെ അപകടപ്പെടുത്തിയിട്ട് പോലും സഹായിക്കാനുള്ള മനസ്ഥിതി ഒരു പക്ഷിക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ മർത്യനായിട്ടുള്ള നമുക്ക് ചെയ്യണ്ടേ എന്നാണ്. അപ്പം അത്ര പോലും വേണം ആശ്രിത രക്ഷണം. മർത്യൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. അപ്പോൾ എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും എന്നാണ്. പിന്നീട് ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ് വിഭീഷണ സ്തുതി. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഴുതി വെച്ച് സന്ധ്യാ സമയത്ത് നാമജപത്തിന് ഏറ്റവും പറ്റിയ സ്തുതിയാണ്, ഗംഭീര സ്തുതിയാണ്. അപ്പം ആ സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ വളരെ സന്തുഷ്ടനായി. അപ്പം എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അത്രയ്ക്കും ഗംഭീര സ്തുതിയാണ്. അതിലെ ഒരു കാര്യം നമുക്കൊക്കെ ഉള്ളതാണ്. ഞാനിഹ ത്വത്പാദഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യ സൗധം കരേറിയിടുവാൻ എന്നാ പറഞ്ഞത്. ഈ ഭക്തി എന്നുള്ളത്, ആ ജ്ഞാനം ഒരു സൗധമാണെങ്കിൽ ആ സൗധത്തിലേക്ക് കയറാനുള്ള കോണി, അതാണ് നിശ്രേണി. ആ കോണിയാണ് ഈ ഭക്തി എന്ന് പറയുകയാണ്. അപ്പൊ അത്രയ്ക്കും ഇപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തിയാണ് പ്രധാനമായിട്ട് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് ഭക്തിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണ്. പിന്നെ ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ ഏറ്റവും ധന്യനാണ്. അപ്പൊ ഭക്തി മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ അത് ധന്യതയാണ്. പിന്നെ ധനവാനാവണം എന്നില്ല, ധന്യനാണ്. അങ്ങനെ ഭഗവാനെ കിട്ടിയാൽ പിന്നെ ദുഃഖമില്ല, അതാണ് പറയുന്നത്. എപ്പോഴും ദുഃഖം ഉണ്ടാവുന്നത് എപ്പോഴാ? ഭഗവാനെ കിട്ടാത്തത് കൊണ്ടാണ്. താപം എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ദുഃഖമില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ് അപ്പോഴും ആവശ്യപ്പെട്ടത് എന്താണ്? ശ്രീരാമസ്വാമി ചോദിക്കുകയാണ് എന്താണ്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ വരം കൊടുക്കണല്ലോ ഭഗവാൻ, അങ്ങനെയുണ്ട്. അപ്പോൾ എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? എല്ലാം അങ്ങയിൽ, അതായത് ആ ഏകാഗ്ര ഭക്തി എനിക്കുണ്ടാവണേ എന്ന് മാത്രം, അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്നാണ് വിഭീഷണൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് വന്ന ആളാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ശ്രീരാമസ്വാമി, ഈ വിഭീഷണനെ ലങ്കയുടെ അധിപതിയാക്കണം, ഇന്ന് തന്നെ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ സുനിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, രാവണവധം എല്ലാം നടക്കും എന്നുള്ളത്. അപ്പോൾ ഞാനും അതുപോലെ ലങ്കാരാജ്യവും ഒക്കെ ജീവിച്ചിരിക്കുന്ന, അത് പ്രത്യേകം പറയുന്നുണ്ട്, അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽകഥയും ജഗത്തിങ്കലുള്ള അത്രയും സമയം വാഴുക ലങ്കാരാജ്യം മമ ആജ്ഞയ, എൻ്റെ ആജ്ഞ കൊണ്ട്. അപ്പൊ ഇപ്പോഴും വിഭീഷണൻ ലങ്കയിൽ വാഴുന്നു ചിരഞ്ജീവിയായിട്ട് എന്നാണ് വിശ്വാസം. അങ്ങനെ അപ്പോഴേക്ക് പിന്നെ അവിടെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ സുഗ്രീവൻ പറയുന്നുണ്ട്. അപ്പൊ സുഗ്രീവന് അപ്പൊ കുറച്ചൊരു ഇതായില്ലേ, സുഗ്രീവൻ പറഞ്ഞത് അല്ലല്ലോ ശ്രീരാമസ്വാമി കേട്ടത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഒരാളാവാൻ നോക്കൂല്ലോ ചിലരൊക്കെ. അപ്പൊ അതുപോലെ ഒന്ന് പറയുന്നുണ്ട്,
വിഭീഷണനോട്, ഇനി നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരണം, എന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി രാവണനെ തോൽപ്പിക്കാനെന്ന്. അപ്പോൾ വിഭീഷണൻ ഒന്ന് ചിരിച്ചു അത്രേ. അതാണ് ചിരിച്ച് അവനോട് ചൊല്ലിയിടിന്. സാക്ഷാൽ ജഗന്മയനാണ് ശ്രീരാമസ്വാമി. അപ്പോൾ ഈ രാവണനെ കൊല്ലാൻ പോകണമെന്നുള്ളതൊന്നും അതൊരു വിഷയമല്ല, ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നുമല്ല, ഇവിടെ മുക്തി കൊടുക്കാനാണ് പോകുന്നത്. അപ്പം അത് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു സുഗ്രീവന്. അപ്പോൾ സുഗ്രീവന് ഞാനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവം, കുറച്ചൊരു ദുരഭിമാനം അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഈഗോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് കുറച്ചു. അപ്പോൾ അതൊക്കെ കണ്ട് ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. അപ്പോൾ അവനും പിന്നെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശുഗബന്ധനം. രാവണന്റെ ദൂതനാണ് ശുഗൻ. അവിടെ വന്നിട്ട് രാവണൻ പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആ വാക്കുകളൊക്കെ രാവണൻ പറയും. അപ്പൊ രാവണൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ ഇവിടെ വന്ന് പറയാണ്. ഞാൻ ഭാസ്കരസൂനോ എന്നാണ് സംബോധന ചെയ്യണത്. സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവ, എന്താണ് ഇത്, നീയ് സമുദ്രം ഉണ്ടാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യന്റെ രശ്മിയിൽ നിന്ന് ഇതാണല്ലോ സമുദ്രത്തിലെ ജലം മുകളിൽ വന്ന് പിന്നീടല്ലേ മഴയായിട്ട് പെയ്ത്. അപ്പോൾ അതാണ് ഭാഗധേയ അമ്പുതേ എന്നാ പറഞ്ഞത്. അപ്പോൾ അത്രയും സുഗ്രീവനെ അങ്ങോട്ട് വലുതാക്കി പറയാണ്. സുഗ്രീവനോട് പറയാണ് ശുഗൻ, നീ എനിക്ക് അനുജനെ പോലെയാണ്. അപ്പോൾ എന്തിനാ നീ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്? രാമന്റെ ഭാര്യയെ രാവണൻ കൊണ്ടുപോയതിന് നീ എന്തിനാണ്, നിനക്ക് എന്താ കുഴപ്പം? അതിന് വ്യാജേന കൊണ്ടുപോയേന് അതിനെന്തു നിനക്കെന്താണ് കുഴപ്പം? നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പിന്നെ ലങ്കയിലത്തെ സ്ഥിതി അറിയാലോ, അവിടെ ആർക്കും കടക്കാൻ പറ്റില്ല, അവിടെ ഒന്നും രാവണനോടൊന്നും എതിർക്കാൻ സാധിക്കില്ല. പിന്നെ നീ എന്തിനാണ് ഇതിന് പോകുന്നത്? നീ നിന്റെ മർക്കട സഞ്ചയത്തിന് വാനര സൈന്യത്തേക്ക് കൊണ്ട് തിരിച്ചു പോയിക്കോളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ശ്രീരാമസ്വാമിക്ക് ആളുണ്ടാവില്ലല്ലോ, അതാണ് ഉദ്ദേശം. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. മർക്കടന്മാരല്ലേ, ചാടി പിടിക്കുകയൊക്കെ ചെയ്തു, മുഷ്ടിപ്രഹരങ്ങളൊക്കെ ഏൽപ്പിച്ചു. അപ്പോഴും പറഞ്ഞു ദൂതനെ കൊല്ലാൻ പാടില്ല, അവിടെ വെച്ചോളൂ. അപ്പൊ ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ പറയണവരെ അവനെ ഇവിടെ തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ സേതുബന്ധനം എന്നുള്ള വലിയൊരു സംഭവം നടക്കാൻ പോകുന്നത്. അവിടെയും വരുണനെ സേവിക്കുകയാണ് ചെയ്തത്. വരുണദേവനെ പ്രാർത്ഥിച്ചു 3 ദിവസം ഉപവാസം ചെയ്തു എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഓരോ സംഗതിക്കും വേണ്ടതായിട്ടുള്ള പ്രാധാന്യം എല്ലാ സമയത്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമുദ്രത്തെ പ്രാർത്ഥിച്ചിട്ട് അവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഒരു അനക്കമില്ല. അപ്പോഴാണ് പറഞ്ഞത് കൊണ്ടുപോവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ എന്ന്. അപ്പൊ നല്ലോണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണ്. പിന്നെ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ ശരവിക്രമമൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യുന്നത്. പിന്നീട് അവിടെ വരുണദേവനെ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ കയ്യിൽ ധാരാളം രത്നങ്ങളുമൊക്കെ ആയിട്ട് രാമനെ നമസ്കരിച്ചു വന്നിട്ട്. പിന്നെ വരുണന്റെ ഒരു സ്തുതിയുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ളതാണ് വരുണന്റെ സ്തുതി. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങയെ മനസ്സിലായില്ല, അതാണ് എനിക്ക് മൂർഖനാം ഞാൻ എങ്ങനെ അറിയുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഈ അറിയാത്തവർക്ക് അറിയിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ശിക്ഷ, ഒരു കൊട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതിവിടെ പറയുന്നുണ്ട്, ദുഷ്ടപശൂനാം യഥാ ലഘൂഢം. ശരിക്കും നടന്നു പോവാത്ത പശുക്കളെ ചിലപ്പോൾ ഒരു വടി കൊണ്ട് ഒരു അടി കൊടുക്കേണ്ടി വരും. അതും നമുക്കുള്ളതാണ്. ശരിയായിട്ടുള്ള വഴി കൂടെ നടക്കാത്തവർക്ക് ഒരു അടി, അപ്പൊ അത് ശരിയാവും. അതാണ് ആ വടിപ്രയോഗം. ഇപ്പൊ പാടില്ല എന്നാലും. പിന്നെ അപ്പൊ വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇവിടെ. ഇത് അമ്പും വില്ലൊക്കെ തയ്യാറാക്കിയില്ലേ. അപ്പൊ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അമ്പ് ഒരിക്കൽ ഇട്ടാ കഴിഞ്ഞ് എവിടെങ്കിലും എത്താതെ പറ്റില്ല. അപ്പോഴാണ് ചോദിച്ചത്, ഇത് അമോഘമാണ് എന്ന് പറഞ്ഞാൽ പാഴാകാൻ പാടില്ല, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സമുദ്രത്തിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചിത്രദ്രുമകൊല്യ ദേശം, അവിടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, അവിടെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് ഈ അമ്പ അയച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പ അയച്ചു, അത് തിരിച്ച് വന്ന്, അങ്ങനെയാണല്ലോ. പിന്നീട് സേതുബന്ധനാണ്. അവര് പർവ്വതതുല്യ ശരീരികളായിട്ടുള്ള കവികള് കല്ലും മണ്ണും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പടുത്തു. അപ്പോൾ കുറച്ച് ഇത് വന്നു കഴിഞ്ഞപ്പോൾ
അവിടെ ശ്രീരാമസ്വാമി നേരിട്ട് പറയുകയാണ്, സേതുബന്ധം കണ്ട് രാമേശ്വരനെ ഭക്തിയാ ഭജിക്കുമ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെ വേർപ്പെടും എന്നാണ്. അങ്ങനെ ആ സേതുബന്ധനത്തിൻ്റെ അവസ്ഥയാണ് നടക്കുന്നത്. പിന്നീട് അവിടെ സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ ലങ്കയിലേക്ക് നോക്കി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഹനുമാൻ വന്ന് പറഞ്ഞതൊക്കെ വളരെ ശരി തന്നെയാണ്. ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം എന്നാണ്. ദേവലോകത്തിന് സമാനമായിട്ടുള്ളതാണ് ലങ്കാപുരം. അപ്പോൾ അതൊക്കെ കണ്ടു, അവിടെ എല്ലാ സംഗതികളും കണ്ട് മനസ്സിലാക്കി. ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇതുവരെയാണ് നമ്മൾ ഇന്ന് വായിച്ചത്. എന്തായാലും ഇനി വളരെ സംഭവ ബഹുലമായിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇനി വരാൻ പോണത്. ക്ലൈമാക്സ് അല്ലേ? അപ്പോൾ അത് നമുക്ക് കണ്ട് വായിച്ച് ആസ്വദിക്കാം. എന്തായാലും ഇന്നത്തെ ഈ പാരായണം ഇവിടെ നമുക്ക് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവം കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.